മക്കളെ. വേഗം. കൃഷ്ണ 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 കൃഷ്ണ. എന്താ കൂട്ടരെ, ആപത്തെന്തെങ്കിലും പിണഞ്ഞോ? പിണഞ്ഞില്ല, പക്ഷെ പിണഞ്ഞനെ കണ്ണാ. ദേ അവിടെ ഭീമാകാരനായ ഒരു സർപ്പം. തുള്ളിക്കൊരു കുടം വെച്ചാ അത് വെള്ളത്തിലേക്ക് വിഷം ചീറ്റുന്നത്. വെള്ളത്തിനാണെങ്കിൽ കരിനീല വർണ്ണം തന്നെ. എന്താ ജ്യേഷ്ഠായി കേൾക്കുന്നത്? സത്യം തന്നെ, ഇങ്ങനൊരു പാമ്പ് കാളന്തിയിൽ ഉള്ളതായി അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ പാമ്പിനെ കുറിച്ച് എന്റെ മാതാപിതാക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവന്റെ വിഷം തീണ്ടിയാൽ ജീവജാലങ്ങളൊക്കെ ചത്തടിയും. എങ്കിലൊക്കെ നശിക്കുന്നതിന് മുമ്പ് സ്ഥലം വിടാം. വാ കണ്ണ, വരാം. നിങ്ങളൊക്കെ സർപ്പത്തെ കണ്ടതല്ലേ? ആ ഘോര ഫണീന്ദ്രനെ എനിക്കും ഒന്ന് കാണണം. കണ്ണാ, ഈ പാമ്പിനെ കുറിച്ച് പ്രായം ചെന്ന യാദവന്മാർ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. കാളിയൻ എന്നാണ് ഇവന്റെ പേര്. ഇവനും കുടുംബവും കാളിന്തിയിൽ വന്ന് പാർത്തിട്ട് സംവത്സരങ്ങളായി. ഇവന്റെ മാരകമായ വിഷബാധയേറ്റ് വൃക്ഷലതാദികളൊന്നും കാലങ്ങളായി പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നില്ല. കണ്ടില്ലേ? ഒരു കടമ്പ് മാത്രം തളിർത്ത് നിൽക്കുന്നു. അതെന്താ? അതിന്റെ കഥയും അറിവുള്ളവർ പറഞ്ഞു കേട്ടു. പണ്ട് ഗരുഡൻ അമൃതുമായി വന്നപ്പോൾ വിശ്രമിക്കാനായിരുന്നത് ഈ കടമ്പിന്റെ മുകളിലായിരുന്നു. അന്ന് കടമ്പ് മരത്തിൽ അമൃത് വീണതുകൊണ്ടാണ് കടമ്പിന് വിഷബാധ ഏൽക്കാത്തത്. അത്ഭുതം തന്നെ. വൃക്ഷങ്ങൾക്ക് പോലും ഓരോ കഥകൾ അല്ലേ? അതെ, ആ കടമ്പ് മരത്തിൽ കയറി കാളിയനെ വീക്ഷിക്കുക തന്നെ. കണ്ണാ, അരുത്. പൂതനയും ധേനുകനും ബഗനും ഒന്നുമല്ല, വിഷം ചീറ്റുന്ന പാമ്പാണ്. അങ്ങോട്ട് പോവണ്ട. വേണ്ട കണ്ണ, വിഷം ഒരു തുള്ളി തെറിച്ചാൽ മതി, കരിഞ്ഞു ചാമ്പലായി പോകും. ജ്യേഷ്ഠൻ എന്തു പറയുന്നു? അത് ശരി. ആപത്തിൽ ചെന്ന് ചാടാൻ ഒരു അനുജനും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു ജ്യേഷ്ഠനും. ഇത് യശോദാമ അറിയിച്ചിട്ട് തന്നെ കാര്യം. ആഹാ, ശ്രീദാമ. കണ്ണ, യശോദാമ്മ അറിഞ്ഞു വന്നാൽ ആകെ കുഴപ്പമാകും. പേടിക്കണ്ട. അമ്മ വരുമ്പോഴേക്കും കാളിയനെ ഞാൻ കൺകുളിർക്കെ കണ്ടു കഴിഞ്ഞിരിക്കും.